അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഷെരീഫ് എന്നു പേരുള്ള സുഖമില്ലാത്തൊരു പാവം വയോധികനെ പറഞ്ഞു പറ്റിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് 1.5 വർഷത്തോളം അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഒടുവിൽ 1500-ലധികം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി പുഴയിൽ കൊണ്ടുപോയി തള്ളി, ഒരു കുട്ടി പോലും അറിയാതെ. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. ഒടുവിൽ 2.5 വർഷങ്ങൾക്ക് ശേഷം പോലീസ് ഇതൊരു കേസായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച ആ പാവ മനുഷ്യൻ്റെ ഒരു കഷ്ണം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ പടച്ച റബ്ബിൻ്റെ ഒരു കളിയുണ്ടായിരുന്നു. അള്ളാഹു ഒളിപ്പിച്ചു വെച്ചൊരു തെളിവ്. എല്ലാം തകർത്തു, എല്ലാ തെളിവുകളും ഇല്ലാതാക്കിയ ക്രൂരകൃത്യം ചെയ്ത അഷ്റഫ് എന്ന പേരുള്ള നിലമ്പൂർക്കാരൻ. അവരാ മനുഷ്യൻ 1500 വെട്ടുകൾ വെട്ടിയത് 1500 കഷ്ണങ്ങളാക്കി നിർക്കിയത് ബാത്റൂമിൽ വെച്ച് തെളിവുകൾ ഇല്ലാതാക്കാൻ ആ ബാത്റൂം തന്നെ പുതുക്കി പണിതു. പക്ഷേ പടച്ച റബ്ബ് ഒളിപ്പിച്ചു വെച്ചൊരു അജായിബ്, ആ മനുഷ്യൻ തെളിവായിട്ട് മാറിയ ഒരു മുടി. എത്ര ഒളിപ്പിച്ചു വച്ചാലും ആ മരണസമയത്ത് ആ ഷെരീഫ് എന്ന് പേരുള്ള വയോധികന്റെ പ്രാർത്ഥനയിൽ ഇതാ ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ആ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷ കൊടുക്കുന്ന ഒരു സന്ദർഭം. അള്ളാഹുവേ, നിന്റെ വഹദാനീയത്തിന് മറ്റെന്ത് തെളിവുകളാണ് വേണ്ടത്? പോലീസ് അന്വേഷിക്കുമ്പോഴും പോലീസിനെ സഹായിച്ച റബ്ബിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സംഭവം എന്താണെന്ന് വെച്ചാൽ 2019 മൈസൂരിലുള്ള ഒരു വൈദ്യരുണ്ടായിരുന്നു. ഷെരീഫ് എന്നാണ് പേര്. ഈ ഷെരീഫ് ഈ ഒരു മൂലക്കുരുവിനൊക്കെ ഒറ്റമൂലി ചികിത്സ കൊടുക്കുന്ന ആളാണ്. മൂപ്പരുടെ മരുന്ന് കഴിച്ചാൽ മൂലക്കുരുവിൻ്റെ പ്രശ്നം മാറും. മൂലക്കുരു വന്നവർക്കറിയാം അതിൻ്റെ ഒരു വേദന. എന്ത് മരുന്ന് കിട്ടിയാലും അത് ഉപയോഗിച്ചിട്ട് മാറ്റാനാണ് ശ്രമിക്കുക. അങ്ങനെയാണ് ഈ മൈസൂരിലുള്ള ഈ ഒരു ഷെരീഫ് ഇത്തരത്തിൽ ഒറ്റമൂലി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നിലമ്പൂരുള്ള ഒരു സമ്പന്നനായ അഷ്റഫ് എന്ന പേരുള്ള ഒരാൾ ഇയാളെ സമീപിക്കുകയാണ്. ഈ അഷ്റഫിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ ഒറ്റമൂലി എന്താണെന്നറിയാം, എന്നിട്ട് അത് വലിയൊരു മരുന്നാക്കിയിട്ട് വിപണിയിലെത്തിച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുക. ഈ പാവം ഈ ഒറ്റമൂലി നടത്തുന്ന ഈ ഒരു വൈദ്യൻ, നാട്ടുവൈദ്യൻ ഷെരീഫിന് ഇത് വിപണനം നടത്താൻ അറിയില്ല. തൻ്റെ കയ്യിൽ അമൂല്യമായ ഈ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഷെരീഫിൻ്റെ അടുത്ത് വന്നിട്ട് അഷ്റഫും സംഘവും എന്നിട്ട് പറഞ്ഞു, മൈസൂരിലുള്ള ഒരു പ്രായമുള്ള ഒരാളെ ചികിത്സിക്കാനുണ്ട്, നിങ്ങളൊന്ന് വരണം. അങ്ങനെ പറഞ്ഞ് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയതാ. അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന് നിലമ്പൂരിലെ വീട്ടിൽ പാർപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളാ ഇതിനുള്ള അൾസറിനുള്ള ഈ ഒരു മൂലക്കുരുവിനുള്ള ഒറ്റമൂലി കൊണ്ട് പറഞ്ഞതാ, നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. കൊന്നു കളഞ്ഞാൽ പോലും ഇത് പറഞ്ഞു കൊടുക്കില്ല എന്നുള്ള ഉറപ്പിലായിരുന്നു ആ പാവ മനുഷ്യൻ. അയാൾ വയ്യാത്ത ഒരാളാണ്. അങ്ങനെ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് പരമാവധി പീഡിപ്പിച്ച മനുഷ്യനെ നിലമ്പൂർ 2019 ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ഈ മനുഷ്യരെ ഷെരീഫിനെ വീട്ടിൽ തട്ടിക്കൊണ്ടുപോകണേ. വീട്ടുകാർ ഇന്ന് വരും നാളെ വരുന്ന കരുതിയിട്ട് ആളെ കാണാതായപ്പോൾ പരാതിയൊക്കെ കൊടുത്തു. പരാതി കൊടുത്ത അന്വേഷണമായി ആരെ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലായി. പക്ഷെ ആരാണെന്ന് വ്യക്തമല്ല. ഒടുവിൽ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടും കേസിന് ഒരു തുമ്പും ഉണ്ടായില്ല. അത് അവസാനം ആരും അറിയാത്തൊരു കേസായി. 2019 ആഗസ്റ്റ് മാസം തട്ടിക്കൊണ്ടുവന്ന ഈ അഷ്റഫും സംഘവും ഈ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നിട്ട് വീട്ടിലെ ഒരു മുറിയിൽ പാർപ്പിച്ചിട്ട് എന്നിങ്ങനെ അടിച്ച് പരമാവധി ആ മനുഷ്യനെ കൊല്ലാൻ പാടില്ലല്ലോ, കാരണം കൊന്നപ്പോൾ ഒറ്റമൂലി കിട്ടൂലല്ലോ. അങ്ങനെ അഷ്റഫും സംഘത്തിൻ്റെയും ഉദ്ദേശം എന്താണ്? ഇത് കിട്ടിയിട്ട് വിവരണം നടത്തുക. അവസാനം 1.5 വർഷം കഴിഞ്ഞു. 2020 ഒരു ജൂൺ മാസം ഒരിക്കലും ഇയാൾ പറഞ്ഞു തരില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ ഇതിൻ്റെ ഒരു പലകയിൽ ഇയാളെ കിടത്തിയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കഷ്ണങ്ങളായിട്ട് വെട്ടി നുറുക്കി. 1500 കഷ്ണങ്ങൾ. ആ കഷ്ണങ്ങൾ പിന്നീട് ചാലിയാർ പുഴയിലൊരുക്കി. അത് ആ ഒരു മൃതദേഹം കഷ്ണങ്ങളാക്കി കവറിലെടുത്ത് കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ട് കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. ആരും അറിയാത്തൊരു പ്രവർത്തനം. എന്നിട്ട് ഈ ബാത്റൂം അങ്ങോട്ട് പൊളിച്ചു. ഇനി ഒരു തെളിവും കിട്ടില്ല, ഒരു മഹ്റൂഖ് അറിയില്ല എന്ന് ഉറപ്പിലാണ്. ആ പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് ആ ഷെരീഫിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, പടച്ചറബ്ബേ, ഈ കുറ്റവാളികൾ എത്ര വലിയ മിടുക്കന്മാരാണെങ്കിലും പടച്ചറബ്ബേ, നിന്റെ മുന്നിൽ ആ മിടുക്കുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അവർക്കുള്ള പരമാവധി ശിക്ഷ നീ കൊടുക്കണേ എന്നുള്ളത്. പക്ഷേ ആ പ്രാർത്ഥന പടച്ചറബ്ബും ആ മനുഷ്യരും മാത്രമേ കേട്ടുള്ളൂ. അങ്ങനെ സംഭവം കഴിഞ്ഞു. 2019 നടന്ന ഈ ഒരു തട്ടിക്കൊണ്ടുവരൽ, 2020 ജൂണിൽ നടന്ന ഈ കൊലപാതകം, ഒടുവിൽ വർഷങ്ങൾ കഴിഞ്ഞു. ആരും ഇതറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല. 2022 ആയപ്പോൾ ഈ ഒരു അഷ്റഫിൻ്റെ വീട്ടിൽ ഒരു വമ്പൻ മോഷണം നടന്നു. എങ്ങനെയാണ് മോഷണം? 2-3 വണ്ടിയിലെത്തിയ ഒരു സംഘം ആളുകൾ ഈ അഷ്റഫിനെ അങ്ങോട്ട് കെട്ടിയിട്ട് വീട്ടിലെ ലക്ഷങ്ങൾ വില വരുന്ന മറ്റേ ലാപ്ടോപ്പുകളും വിലപിടിച്ച വസ്തുക്കളും എല്ലാം മോഷ്ടിക്കാൻ പോകുന്ന സമയത്ത് ഈ കെട്ടിയിട്ട അഷ്റഫിനോട് പറഞ്ഞു, നീ എങ്ങാനും ഇത് കേസ് കൊടുത്താൽ നീ നടത്തിയ കൊലപാതകങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറയും എന്നായിരുന്നു ഒരു ഭീഷണി.
അങ്ങനെ അവർ കിട്ടേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി. പക്ഷേ ഈ അഷ്റഫ് ഇത് പോലീസിനൊരു പരാതിയായിട്ട് കൊടുത്തില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ അറിയാം ഇത് തൻ്റെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. പക്ഷേ ഇങ്ങനൊരു മോഷണം നടന്നത് അഷ്റഫിൻ്റെ സുഹൃത്തുക്കൾ അറിഞ്ഞു. സുഹൃത്തുക്കൾ ഇത് ചില മാധ്യമ പ്രവർത്തകർക്ക് ചോർത്തി കൊടുത്തു. ഇങ്ങനെ നിലമ്പൂരിലെ സമ്പന്നനായ അഷ്റഫിൻ്റെ വീട്ടിൽ ഒരു വമ്പൻ കവർച്ച നടന്നിട്ടുണ്ട്. അഷ്റഫിന് പരിക്കൊന്നുമില്ലെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിക്കപ്പെടുന്നുണ്ട്. പോലീസ് കരുതി എന്തുകൊണ്ടാണ് ഈ വാർത്തയിൽ വന്ന ഈ മോഷണം തങ്ങൾക്കൊരു പരാതിയായി ലഭിക്കാത്തത്. അങ്ങനെ പോലീസ് അഷ്റഫുമായി ബന്ധപ്പെട്ടു. ഒടുവിൽ അഷ്റഫിനൊരു പരാതി കൊടുക്കേണ്ടി വന്നു. പരാതിയിൽ പറഞ്ഞത് ഒരു ചെറുതായിട്ട് പരിചയമുള്ള ആരൊക്കെയോ വന്നിട്ടാണ് തന്നെ ഇത് ചെയ്തത്. ഏതായാലും പോലീസിന് ഭയങ്കരമായി അത്ഭുതം തോന്നി. ഇത്രയൊക്കെ പരിചയമുള്ള ആളുകളായിട്ട് കൂടി എന്തുകൊണ്ടായിരിക്കാം പരാതി വരാതിരുന്നിട്ടുണ്ടാവുകയെന്ന്. അങ്ങനെ പോലീസ് സുൽത്താൻ ബത്തേരിയിലുള്ള ഒരാളെ മുത്തു എന്ന് വിളിക്കുന്ന ഒരു അഷ്റഫിനെ പിടിച്ചു. ഈ അഷ്റഫിനെ പിടിച്ചിട്ട് എന്താണ് ഈ മോഷണത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം പോലീസ് അറിഞ്ഞത്. ആ മോഷ്ടാക്കൾ വന്ന വാഹനം ഈ ഒരു വീട്ടുടമയായ അഷ്റഫിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ്. അതോടുകൂടി പോലീസിന് ഒരു കാര്യം മനസ്സിലായി, അഷ്റഫിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അഷ്റഫിന് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ മോഷണം നടത്തിയത്. ഏതായാലും സുൽത്താൻ ബത്തേരിക്കാരനായ മുത്തു എന്ന അഷ്റഫിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആ സമയത്താണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു 4-5 ആളുകൾ ഒരു ആത്മഹത്യാശ്രമം നടത്തുന്നത്. അവരുടെ പരാതി തങ്ങളുടെ മുതലാളിയായ അഷ്റഫ് എന്ന പേരുള്ള നിലമ്പൂർക്കാരൻ ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയാണ്, അയാൾ നടത്തിയ കൊലപാതകത്തിൻ്റെ തെളിവിത ഈ പെൻഡ്രൈവിലുണ്ട് എന്ന് പറഞ്ഞൊരു പെൻഡ്രൈവ് ഉയർത്തിക്കാട്ടി ശരീരമാസകലം മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു ഈ ഒരു 4 പേരുടെ ശ്രമം. പോലീസ് ഉടൻ തന്നെ തിരുവനന്തപുരം പോലീസ് ഇവരെ പിടികൂടി അനുനയിപ്പിച്ച് നിങ്ങൾ മരിക്കേണ്ട, എന്താണ് നിങ്ങളുടെ പ്രയാസം? അപ്പോൾ ഞങ്ങളുടെ മുതലാളിയായ ഞങ്ങളുടെ യജമാനായ അഷ്റഫ് എന്ന് പേരുള്ള നിലമ്പൂർക്കാരൻ ഗൾഫിൽ കൊലപാതകം നടത്തിയിട്ടുണ്ട്, 2 സ്ത്രീകളെ നാട്ടിൽ കൊലപാതകം നടത്തിയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം, അതൊക്കെ ഈ പെൻഡ്രൈവിലുണ്ട് തെളിവുകൾ എന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ ഈ ഒരു ആത്മഹത്യാ നാടകം. അതോടുകൂടി പോലീസ് ഇവരെ അനുനയിപ്പിച്ച് നിലമ്പൂർ പോലീസിനെ കൈമാറി. അവർ പറയുമ്പോഴാണ് 2019 കൊണ്ടുവന്ന ഷെരീഫ് എന്ന് പേരുള്ള പാവം ഒറ്റമൂലി അറിയാവുന്ന ആ നാട്ടുവൈദ്യനെ 2020 1500 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയ കഥ പോലീസിനോട് പറയുന്നത്. അതോടുകൂടി ആ കാണാതായ ഷെരീഫിൻ്റെ കേസിനൊരു തുമ്പായി. തെളിവായിട്ടത് ആ മനുഷ്യനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന മരണത്തിൻ്റെ തൊട്ട് മുൻപുള്ള ദൃശ്യം ആ പെൻഡ്രൈവിലുണ്ടായിരുന്നു. പോലീസ് വേഗം ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞൊരു വിവരം, നിങ്ങൾ കാത്തിരിക്കുന്ന ഷെരീഫ് എന്ന പേരുള്ള പാവം ഉപ്പ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല, 1500 കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ തള്ളിയിട്ടുണ്ട്. ഏതായാലും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കേസ് പൊന്തി വരുന്നത്. 2020 ഒരു ജൂണിൽ നടന്ന ഒരു സംഭവം, ഒരു കൊലപാതകം 2022 അന്വേഷണമായിട്ടൊരു പരാതിയായിട്ട് വരുന്നത്. പോലീസ് ഉടൻ തന്നെ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് ചാലിയാർ പുഴ മുഴുവനും തിരക്കി. എവിടെ നിന്ന് കിട്ടാനാണ്? വർഷങ്ങൾക്ക് മുൻപ് ചെറു ചെറു കഷ്ണങ്ങളാക്കി തള്ളിയ ആ മൃതദേഹത്തിലെ അവശിഷ്ടങ്ങളൊക്കെ മത്സ്യങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലേ, ഒരു കഷ്ണം എല്ല് കിട്ടി. പക്ഷേ ആ എല്ല് ഈ കൊല്ലപ്പെട്ട ഷെരീഫിൻ്റേതാണെന്ന് എങ്ങനെ തിരിച്ചറിയും? കുറ്റവാളികൾക്ക് ഭയങ്കര ചിരിയായിരുന്നു, ഇതൊരിക്കലും പിടിക്കപ്പെടില്ല, ശരീരം കിട്ടാതെ കൊല്ലപ്പെട്ടവൻ്റെ ഡെഡ് ബോഡി കിട്ടാതെ എങ്ങനെ കൊന്നത് തെളിയും എന്നായിരിക്കാം അവരപ്പോൾ ഊറിച്ചിരിച്ചിട്ടുണ്ടാവുക. പക്ഷേ പടച്ചറപ്പ് ഒരു കളി വച്ചിരുന്നു. അങ്ങനെ ഇവർ ആ വീട് പരിശോധിച്ചപ്പോൾ ബാത്റൂമൊക്കെ പുതുക്കി, വല്ല അടിപൊളി ബാത്റൂം, എവിടെ നിന്ന് തെളിവ് കിട്ടാനാണ്? കാറ് പരിശോധിച്ചു, കാറിലും അങ്ങനെ തന്നെ, കാറൊക്കെ പലതവണ സർവീസ് ചെയ്തിട്ട് ഒരു മുടിനാരിഴ പോലും അതിൽ നിന്ന് കിട്ടില്ല എന്നുറപ്പാണ്. പക്ഷേ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച അത്ഭുതം എവിടെ എന്നറിയോ? ആ പുതുക്കിയ ബാത്റൂമിൻ്റെ അടിയിലെ വേസ്റ്റ് പോകുന്ന ആ ഒരു മാലിന്യം പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് അങ്ങോട്ട് പോലീസ് മുറിച്ചിട്ട് വിശദമായി പരിശോധന നടത്തിയപ്പോൾ ചെറിയ ചെറിയ മുടിനാരിഴകൾ കിട്ടി. അള്ളാഹുവിൻ്റെ അജായിബ് നോക്കൂ. ആ ബാത്റൂമിൻ്റെ ടൈൽസും എല്ലാ ചുമരും ഇതൊക്കെ ക്ലോസറ്റും ഒക്കെ വൃത്തിയാക്കിയപ്പം അത് അടിയിലേക്ക് പോകുന്ന പൈപ്പിലേക്ക് ഇവർ ശ്രദ്ധിച്ചില്ല. ആ പൈപ്പ് മുറിച്ച് പരിശോധിക്കുമ്പോൾ കുറച്ച് മുടികൾ. ഈ മുടി ആരുടേതാണ്? അതാണ് പിന്നെ അന്വേഷണം. ഇത് ഷെരീഫിൻ്റേതാണെന്ന് എങ്ങനെ തെളിയിക്കും? ഒടുവിൽ കാറിലും പരിശോധന. അത്ഭുതമെന്ന് പറയട്ടെ, കാറ് പലതവണ സർവീസ് നടത്തിയിട്ടും ആ കാറിൽ നിന്നും കിട്ടി 2-3 മുടികൾ. അങ്ങനെ 42 മുടിനാരിഴകൾ കിട്ടി. പക്ഷേ ഈ മുടിനാരികൾ ഉപയോഗിച്ചിട്ട് DNA ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു മുടിയുടെ കടഭാഗം ഉണ്ടല്ലോ, കടഭാഗത്താണ് ഈ മുടിയുടെ നാരുകൾ ഉണ്ടാവുക. ആ നാരിൻ്റെ ന്യൂക്ലിയസിൽ നിന്നാണ് DNA ടെസ്റ്റുകൾ വേർതിരിക്കുക. പക്ഷേ ഈ മുടികൾക്കൊന്നും അതിൻ്റെ കടഭാഗങ്ങളില്ല. കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയപ്പോഴുള്ള മുടിയുടെ ഈ തലപ്പ് മാത്രമേ ഉള്ളൂ. പോലീസാകെ കുഴങ്ങി. DNA ടെസ്റ്റ് നടത്തണമെങ്കിൽ ഈ മുടിയുടെ കടഭാഗം വേണം. അപ്പോഴാണ് പുതിയൊരു ടെക്നോളജിയെക്കുറിച്ച് പോലീസ് മനസ്സിലാക്കിയത്. മൈക്രോകോൺട്രിയൽ DNA എന്ന് പേരുള്ള ഒരു അമ്മയുടെ, അതായത് മാതാവിൻ്റെ ശരീരത്തിൽ
ശരീരത്തിൽ നിന്ന് DNA ടെസ്റ്റ് എടുത്ത് മുടിയുടെ ഏതു ഭാഗത്തു നിന്നാണെങ്കിലും DNA വേർതിരിക്കുന്ന ഏറ്റവും പുതിയ ടെക്നോളജി. ലക്ഷങ്ങൾ ചിലവ് വരും, 5 ലക്ഷത്തോളമാണ് ചിലവ്. പോലീസ് അത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുടികൾ ഷെരീഫിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു. സാധാരണ DNA ടെസ്റ്റ് നടത്തുന്നത് പോലെയല്ല, അത്രയും പുതിയ ടെക്നോളജി, അത്രയും സൂക്ഷ്മമായിട്ട് നടത്തേണ്ടുന്ന ഒരു കാര്യം. പോലീസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. ഒരു കേസിൽ 3000 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. ഇവരെ കോടതി കുറ്റക്കാരെന്ന് വിധിച്ചത്. ഇതിനിടയിൽ ഈ ഒരു ഇതൊക്കെ നടത്തിയ കൊലപാതകത്തിനൊക്കെ കൂട്ടുനിന്ന നൗഷാദ് എന്ന് പേരുള്ള ഒരാൾ മാപ്പ് സാക്ഷിയായിട്ട് മാറി. ആകെ 10-12 പ്രതികളുണ്ടായിരുന്നു. ആ പ്രതികളിൽ ചിലരെയൊന്നും തെളിവില്ല എന്ന് കണ്ട് വെറുതെ വിട്ടു. അവസാനം 3 പ്രതികളെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഒന്ന് അഷ്റഫ്, അവൻ്റെ മാനേജറായ ഒരാൾ, മറ്റൊരാൾ, ഇങ്ങനെ 3 പേര്. ആ 3 പേർക്കുള്ള ശിക്ഷയാണ് ഇന്ന് വന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കി തെളിവുകൾ മുഴുവനും ഇല്ലാതാക്കുമ്പോഴും നമ്മളിങ്ങനെ കരുതും ഇതൊന്നും കാണാൻ ഒരാളില്ല. പക്ഷേ പടച്ച റബ്ബ് എല്ലാം കാണുന്നുണ്ട്. ആ പാവം മനുഷ്യൻ്റെ, ഇരയായ മനുഷ്യൻ്റെ ദയനീയമായ വിളി അള്ളാഹു കേൾക്കാതിരിക്കുമോ? ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൊന്ന് കഷ്ണങ്ങളാക്കി മത്സ്യങ്ങൾക്ക് തിന്നാൻ കൊടുത്തിട്ടും എങ്ങനെയാണ് ആ ബാത്റൂമിൻ്റെ പൈപ്പിനടിയിൽ മുടിനാരിഴകൾ മാറ്റിവെച്ചത്? ഇതിൽ ഏറ്റവും അത്ഭുതം വേറൊന്നും കൂടിയുണ്ട്. ഇവർ ഈ ടൈൽസൊക്കെ, ഈ ബാത്റൂമൊക്കെ മറ്റേ പൊളിക്കാൻ വേണ്ടി പഴയ ടൈൽസും അതിൻ്റെ സിമെൻറ്റിൻ്റെ കട്ടയും ഇതൊക്കെ കൊണ്ട് ദൂരെ കളഞ്ഞിരുന്നല്ലോ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നടക്കം രക്തക്കറകൾ പോലീസിന് കിട്ടിയത്രേ. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലപാതകത്തിൽ 1-ാം പ്രതി ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവും തടവ് ശിക്ഷ, 2-ാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും തടവ് ശിക്ഷ, 6-ാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവും തടവ് ശിക്ഷ, 1-ാം പ്രതിക്ക് 2 ലക്ഷം രൂപ പിഴ, 2-ാം പ്രതി ഷിഹാബുദ്ദീന് 15,000 രൂപ പിഴയും 6-ാം പ്രതി നിഷാദിനും 15,000 രൂപ പിഴ എന്നിങ്ങനെയാണ് ഇപ്പോൾ ഷാബാസ് ഷെരീഫ് കൊലപാതകത്തിൽ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. നിങ്ങളാണ് ജഡ്ജെങ്കിൽ നിങ്ങൾ എന്ത് ശിക്ഷയാണ് വിധിക്കുക? ഏതായാലും പ്രതിപട്ടികയിലുള്ള ഒരാൾ ഗോവയിൽ പോയിട്ട് അസുഖം പിടിച്ച് മരിച്ചു, ഒരാളെപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അഷ്റഫ് എന്നിവരുള്ള ഈ കൊലപാതകം ഗൾഫിലും കൊലപാതകം നടത്തിയിട്ടുണ്ട്. അതിന് അന്വേഷണമൊക്കെ വരുന്നുണ്ട്. പ്രതികൾ പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അറിയില്ല, ഞങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ട്, മാതാപിതാക്കളെ നോക്കണം. പക്ഷേ ഒരു പാവം മനുഷ്യൻ്റെ ജീവൻ എടുക്കുമ്പോൾ ഇതൊന്നും ഇവർ ഓർത്തില്ല. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, വിശുദ്ധ റമദാനിൽ ഏറ്റവും അധികം ആളുകൾ ചെയ്യുന്ന ആരാധനാക്രമങ്ങൾ ഒന്നാണ് പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. ഈ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിൻ്റെ മതവിധി എന്താണ്? സുന്നത്താണോ വാജിബാണോ? ഇതാണ് ഇന്നത്തെ ചോദ്യം. സുന്നത്താണോ വാജിബാണോ? ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.